നയനയുടെ ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ മുത്തശ്ശനും അതുപോലെ നമ്മളെ നവ്യയും ജാനകിയൊക്കെ ഇരുന്നാണെങ്കിലും ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മളെ ജലജയാണ് ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെ നവ്യ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് എല്ലാവർക്കും കൂടെ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മളെ ജാനകി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നിനക്ക് വിഷമം തോന്നിക്കെങ്കിൽ നീ നിൻ്റെ അമ്മായിയമ്മയുടെ കൂടെ കയറി നിനക്കും കൂടെ ജോലി ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ നവ്യാണെങ്കിൽ അതല്ല അമ്മ ഇപ്പം ഇങ്ങനെ എല്ലാവരുടെ അടുത്തും ഇപ്പം കുറച്ച് ആത്മാർത്ഥത കൂടുതലായിട്ട് കാണിക്കുന്നെന്ന് പറയുന്ന സമയത്താണല്ലോ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇങ്ങനെ മനസ്സിൽ, എന്തായാലും അവൾക്ക് ഇങ്ങനെ എല്ലായിടത്തും ആത്മാർത്ഥത കാണിച്ചേ പറ്റത്തുള്ളൂ മോളെ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മുത്തശ്ശനും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ആണെങ്കിൽ കാണിക്കുന്നത് ദേവയാനിയും നയനയോടാണെങ്കിലും ഇങ്ങനെ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ നയന പറയുന്നത് എന്തായാലും ആദർശേട്ടന് ഒന്നും സംഭവിച്ചില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സമാധാനമായി അമ്മേ, ഇനി അവിടുത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ആദർശേട്ടൻ സമാധാനത്തിൽ വന്നാലും മതി എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നയന പറയുന്നുണ്ട്. അപ്പം നമ്മളെ ദേവയാനി പറയുന്നുണ്ട് അവനിങ്ങ് വരട്ടെ മോളെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പിന്നെ പുറത്തൊക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു വണ്ടി അവിടെ വന്ന് നിന്നിട്ട് അധികം നമ്മൾ ആദർശം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആദർശനെ കാണുന്ന ദേവയാനി നയനയാണെങ്കിൽ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നയനയുടെ കൈയൊക്കെ പിടിച്ചിട്ടാണെങ്കിൽ ആദർശം അകത്തോട്ട് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കണ്ടിട്ട് നമ്മളെ ജലജയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.